എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ഇന്ന് ആരംഭിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ആ ചോദ്യം കേട്ടപ്പോ ശ്രീ ശുഖബ്രഹ്മർഷി ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അങ്ങനെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ അദ്ദേഹം സമാധിസ്ഥനായി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അദ്ദേഹം സമാധിസ്ഥനാവും. അപ്പോ വളരെ ശബ്ദം ഒക്കെ ഉണ്ടാക്കി സ്തോത്രങ്ങളെ കുറക്കെ ജപിച്ച് അങ്ങനെ അദ്ദേഹത്തിനെ ഉണർത്തും. അങ്ങനെയാണ് പതിവ്. അതുപോലെ ഉണർന്നപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയണു ഈ അധ്യായത്തില്. വളരെ മനോഹരമായിട്ടുള്ള കഥകളാണ്. ഭഗവാന്റെ വനഭോജനം എന്നുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ആ ലീല വർണ്ണിക്കണു ഈ അധ്യായത്തില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീത അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ത്രയോദശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. സാധു പൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമ യന്നൂതനയസീശസ്യ ശൃണ്വന്നപി കഥാം മുഹു. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ മഹാഭാഗ്യവാനെ, ഭഗവത് ഭക്തന്മാരിൽ വെച്ച് അത്യുത്തമ എന്നാണ് വിളിക്കണത്. അങ്ങനെയാണ് സംബോധന പരീക്ഷിത്ത് മഹാരാജാവിനെ. അങ്ങയുടെ ചോദ്യം വളരെ നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനായ ശ്രീകൃഷ്ണന്റെ കഥകള് എത്രയോ പ്രാവശ്യം അങ്ങ് കേട്ടു. എന്നാലും അതുകൊണ്ടും തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അതിമോഹ നിമിത്തം, ആദര നിമിത്തം ആ കഥ പുത്തൻ ഇതിപ്പൊ കേൾക്കണേ ഉള്ളൂ എന്നുള്ള പോലെ അങ്ങ് പിന്നെയും ഒരിക്കലും കേൾക്കാത്തതായ കഥയിൽ എന്ന പോലെയുള്ള അത്യാദരം ഉള്ളതായി അങ്ങ് പ്രകാശിപ്പിക്കണു. അങ്ങക്ക് അതുപോലെയാണ് അങ്ങ് ചോദിക്കണത്. അതുകൊണ്ട് പുതിയതെന്ന പോലെ അങ്ങ് വിചാരിക്കണം. ഇതിനു മുമ്പ് കേട്ടിട്ടില്ല തോന്നും അങ്ങയുടെ ഈ ചോദ്യം കേട്ടാൽ. അത്ര എപ്പോഴും ഇങ്ങനെ പുതുപുത്തനായിട്ട് അങ്ങ് വിചാരിക്കണം. അതുകൊണ്ട് ഈശ്വര കഥ കേൾക്കാൻ മോഹം ഉണ്ട് അങ്ങക്ക് എന്ന് സ്പഷ്ടമായി എനിക്ക് മനസ്സിലായി. ഭക്തി ഇല്ലാത്തവർക്ക് ഈ ആഗ്രഹം ഉണ്ടാവില്ല അദ്ദേഹം പറയാ. അതുകൊണ്ട് ആന്തരമായ ഭക്തിവിശ്വാസം ഈശ്വരന് നന്നായിട്ടുണ്ടെന്ന് തെളിഞ്ഞ്, അതുകൊണ്ട് അങ്ങ് ഭാഗവതം
ഉത്തമൻ തന്നെയാണ്, അത്ര ഭക്തനാണ് അങ്ങ് എന്നുള്ളത് സ്പഷ്ടമായിട്ട് തെളിഞ്ഞു. ഭാഗ്യമില്ലാത്തവർക്ക് ഭഗവത് ഭക്തി ഉണ്ടാവില്ല. നശ്വരങ്ങളായ ധനധാന്യാദി സമൃദ്ധിയുള്ളവരെ കൂടി ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ പറ്റില്ല. ലോകര് അങ്ങനെയാണ് പറയണത്. നല്ല ഭാഗ്യമുണ്ട്, ധനം, എല്ലാ സമൃദ്ധി. പക്ഷേ നാശരഹിതമായ അക്ഷയാനന്ദം അനുഭവിക്കുന്നതിനുള്ള ഏക മാർഗം ഭഗവത് ഭക്തി തന്നെയാണ്. അവരെയാണ് മഹാഭാഗ്യവന്മാര് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് അതാ ഭഗവത് കഥ കേൾക്കാൻ ചോദിച്ച ആ പരീക്ഷത്തിനെ കുറിച്ച് ശ്രീശുക ബ്രഹ്മർഷി വളരെ സന്തുഷ്ടനായി. എന്നിട്ട് ഇതാ പറയണു, സന്തോഷത്തോടുകൂടി കഥ പറഞ്ഞു കൊടുക്കണം. സദാമയം സാരഭൃതാം നിസർഗോ യദർത്ഥവാണീ ശ്രുതിചേതസാമപി പ്രതിക്ഷണം നവ്യവദാച്യുതസ്യ യത് സ്ത്രീയാവിടാനാമിവ സാധുവാർത്ത. ഭക്തന്മാര് ഭഗവത് കഥ എത്ര കേട്ടാലും തൃപ്തരാവാത്തവര് ഒരാശ്ചര്യമില്ല എന്ന് പറയണം. സാരഗ്രാഹികളായിരിക്കുന്ന സജ്ജനങ്ങള് നശ്വരമായ ദേഹം കൊണ്ട് അനശ്വരമായിരിക്കുന്ന ശ്രേയസ് സമ്പാദിക്കാൻ തന്നെ ശ്രമിക്കും. സജ്ജനങ്ങൾ അങ്ങനെയാണ്. ഈ ദേഹം നശ്വരമാണ് എന്ന് അവർക്കറിയാം. അപ്പൊ ഇതൊന്നല്ല വേണ്ടത്. ശ്രേയസ് എന്താ? അനശ്വരമായിരിക്കുന്ന ശ്രേയസ് ഭഗവാൻ ഭക്തി തന്നെയാണ്. അതിനായിട്ട് അവര് കാണുന്ന ഏകമാർഗം ഇത് മാത്രമാണ്, ഭഗവാന്റെ ഭക്തി. അവർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ വാക്കുകള് ഭഗവത് നാമ സങ്കീർത്തനങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗപ്പെടണം. ചെവികൾക്ക് ഭഗവത് കഥ മാത്രമായിരിക്കണം വിഷയം. മനസ്സിന് ഭഗവത് രൂപം ധ്യാനിക്കുന്നത് മാത്രമായിരിക്കണം പ്രവൃത്തി. ഇങ്ങനെ അസാര സംസാരത്തില് ജാതനായാൽ അതില് സാരഭൂതമായിരിക്കുന്ന ആ ഭഗവത് തത്വത്തെ അറിയാനുള്ള ആ പ്രവൃത്തിയിൽ മാത്രമായിരിക്കും സജ്ജനങ്ങളുടെ ശ്രദ്ധ. ഇത് അവർക്ക് മറ്റാരും ഉപദേശിച്ചിട്ടുണ്ടാകുന്ന സമ്പ്രദായമല്ല, ആ ജന്മനാ തന്നെ അവരുടെ സ്വഭാവമാണ്. കാമുകന്മാര് ഒരു സംഘമായിട്ട് ചേർന്നാൽ അവർക്ക് സ്ത്രീകളെ പറ്റി ഇപ്പൊ തന്നെ പറയണതാവും ഏറ്റവും ഇഷ്ടം. അതങ്ങനെയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതിലാണ് ശ്രദ്ധ. എത്ര നേരം പറഞ്ഞാലും അവർക്കത് ആ പുത്തനെന്ന പോലെ അങ്ങനെ തോന്നും. അതുപോലെയാണ് സജ്ജനങ്ങൾക്ക് ഭഗവത് കഥ കേൾക്കുന്നതിലും ഉച്ചരിക്കുന്നതിലും ധ്യാനിക്കുന്നതിലുമായിരിക്കും അതിശ്രദ്ധ. നശിക്കാത്ത ഐശ്വര്യത്തിന്റെ സ്ഥാനമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അക്ഷയമായ മോക്ഷസുഖം സിദ്ധിക്കില്ല എന്ന് അറിഞ്ഞിരിക്കണമെന്ന ആ സജ്ജനങ്ങൾക്ക് ഭഗവത് കഥ എത്ര മാത്രം കേട്ടാലും പ്രതിക്ഷണം ഓരോ സമയത്തും ഇത് പുതിയത് കഥ കേൾക്കുകയാണെന്ന് അങ്ങനെ തോന്നുള്ളൂ. അതുകൊണ്ട് ഇത് സജ്ജനങ്ങളുടെ സ്വഭാവസിദ്ധമായിട്ടുള്ള ഗുണമാണ്. അവരില് ഈ ഗുണം കാണുമ്പോൾ ആശ്ചര്യപ്പെടാനൊന്നുമില്ല പറയണത്. അങ്ങക്കിത് ഇങ്ങനെ തോന്നിയില്ല, ഒരു അത്ഭുതമില്ല. അങ്ങനെ അത്രയും സജ്ജനമാണ്, ഭാഗവത ഉത്തമനാണ് എന്ന് പറയുന്നു. ശൃണുഷ്വാവഹിതോ രാജൻ അഭിഗുഹ്യം വദാമി തേ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഹേ രാജൻ, ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ പറയണത് കേട്ടോ. രഹസ്യമാണ്, എന്നാലും അങ്ങയോട് ഞാൻ പറയാം. തന്നിലും ഈശ്വരനിലും പരമപ്രേമമുള്ള ശിഷ്യന്മാരോട് ആ ഗുരുനാഥന്മാര് അതിരഹസ്യമായ കാര്യവും പറയുന്നത് അവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് സ്നേഹഭാജനമായിരിക്കുന്ന അങ്ങയോട് അതിരഹസ്യമായ ഭഗവത് തത്വം ഞാൻ ഉപദേശിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറയുന്നു. കഥ കേട്ടതില് ഇതിങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഒരു ആശ്ചര്യം. എന്തൊരു ആശ്ചര്യമല്ലേ ഭഗവാന്റെ ലീലകള്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളെ എല്ലാവർക്കും അതാണ് വിശ്വസിക്കില്ല ചിലരൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയല്ലേ. അങ്ങനെ പറയും, ചിലരോടൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്രയും വിശ്വാസമുള്ളവരോട് മാത്രമേ ഭഗവാന്റെ കഥകള് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗുഹ്യം എന്ന് പറയുന്നത്, രഹസ്യമാണെന്ന്. അത് ഏറ്റവും മനസ്സിലാക്കാൻ പരീക്ഷിത് മഹാരാജാവിന് അത് നന്നായിട്ട് മനസ്സിലാവും. മനസ്സിലാക്കാൻ ഏറ്റവും ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഭഗവത് കഥാശ്രവണ യോഗ്യത ഉണ്ടാവണമെങ്കിൽ അന്തഃകരണമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുരുഭക്തിയും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടാവുള്ളൂ. അവരോട് മാത്രമേ ഗുരുഭൂതന്മാര് ഈശ്വര കഥാസാരം പറയുകയുള്ളൂ. അതാണ് അങ്ങനെയുള്ളവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാ പറയണത് ഈശ്വര കഥകള്. അല്ലെങ്കിൽ അവർക്ക് ഒരു അവഗണന എന്ന് അങ്ങനെ തോന്നും. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയരുത്. തഥാ അഖവദനാൻ മൃത്യോ രക്ഷിത്വാ വത്സപാലകാൻ സരിൽ പുളിനമാനീയ ഭഗവാൻ ഇതം അബ്രവീത്. അപ്പൊ ഇനി ബാക്കി കഥകൾ പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഘാസുരന്റെ ആ മുഖത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ബാക്കി കഥ പറയാണ്. ഭഗവാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ എന്താ, ആ പശുക്കുട്ടികളും
അവയെ പരിപാലിക്കുന്ന ഗോപകുമാരന്മാരൊക്കെ നശിക്കും അല്ലേ. അപ്പൊ ആ അപകടത്തിൽ നിന്നും ഭഗവാൻ അവരെ എല്ലാം രക്ഷിച്ചു. അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് യമുനാ നദിയുടെ തീരത്തുള്ള ഒരു മണൽത്തിട്ടിൽ കൊണ്ടുവന്നിട്ടാക്കിയ ശേഷം അവരോട് ഇങ്ങനെ പറഞ്ഞു: അഹോ അതിരമ്യം പുളിനം വയസ്യാഹ സ്വകേളി സമ്പൻ മൃദുലാച്ഛവാലുകം സ്ഫുടൽ സരോഗന്ധഹൃതാളി പത്രികധ്വനി പ്രതിധ്വാനലസൽ ദ്രുമാകുലം. ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കണം എന്നാണ് ഭഗവാൻ വിചാരിച്ചത്. അപ്പൊ ഊണ് കഴിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി അതിനെ അങ്ങനെ വർണ്ണിക്കുകയാണ് ആ സ്ഥലത്തിന്. കണ്ടോ എന്ത് രസ. ഹേ സ്നേഹിതന്മാരെ, ഈ മണൽത്തിട്ട് എത്ര മനോഹരായിരിക്കണു. നോക്കൂ നോക്കൂ നിങ്ങള്. നമുക്ക് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ സുഖ സമൃദ്ധി ഈ സ്ഥലത്തിൽ ധാരാളം ഉണ്ട്. അതിമൃദുവായ നിർമ്മലമായ ഇരിക്കുന്ന മണൽത്തരികള് ഇവിടെ ഇരിക്കുമ്പോ നോക്കൂ എന്തൊരു സുഖ, എന്തൊരു മൃദാന്നോ. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ പറയാണ്. അതിരമണീയങ്ങൾ, എന്താ രസം. നമുക്ക് ഇവിടെ ഇരിക്കാം. ഓട്ടി വരും എല്ലാവരും. യമുനാ നദിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരപ്പൂക്കളിൽ നിന്ന് പുറപ്പെടുന്ന സൗരഭ്യം, എന്താ ഒരു വാസന നോക്കൂ നിങ്ങളെ അല്ലേ. എന്ന് പറഞ്ഞ് എല്ലാവരും അത് ആസ്വദിക്കുക. അത് കണ്ടോ, അത് വണ്ടുകൾ വരണു, പക്ഷികള് വെള്ളത്തിൽ കിടന്ന് പറന്നും ശബ്ദിക്കുന്ന മനോഹര നാദങ്ങളും പ്രതിനാദങ്ങളും എന്താ രസം. അവരൊക്കെ പക്ഷികളുടെ ആ ശബ്ദം അല്ലേ, നല്ല സുഖല്ലേ കേൾക്കാൻ നിങ്ങൾക്ക്. നദീതീരത്തിലെ ആ വൃക്ഷങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കണു, കണ്ടില്ലേ. നോക്കൂ എന്താ രസം. ഇത് വളരെ മനോഹരല്ലേ കാഴ്ചകൾ. അപ്പൊ കുട്ടികള് ശരിയാ കണ്ണാ, ശരിയാന്ന് അവരൊക്കെ പറയുന്നുണ്ട്. വെയിലാണെങ്കിൽ ഒട്ടുമില്ല ഇവിടെ അല്ലേ, ഇരിക്കാൻ എന്താ സുഖം. അങ്ങനെ പഞ്ചേന്ദ്രിയ എല്ലാം കൊണ്ടും ഏറ്റവും സുഖപ്രദമായ സ്ഥലം. നമുക്ക് ഇവിടെ ഇരുന്ന് വട്ടത്തിലിരുന്ന് ഊണ് കഴിക്കാൻ എല്ലാവരും വരൂ, എന്താ രസം എന്നൊക്കെ ഭഗവാൻ അവരോട് ഇങ്ങനെ പറയുമ്പോ കുട്ടികളൊക്കെ അതിലേറെ സന്തോഷം. ശരിയാ കണ്ണാ, നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാവരും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഭഗവാൻ പിന്നെയും പറയണു: ഇത്ര ഭോക്തവ്യം അസ്മാഭിർദിവാരൂഢം ക്ഷുധാർദിതാഃ വത്സാ സമീപേവ പീത്വാ ചരന്തു ശനകൈസ്തൃണം. നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ആ അഘാസുരന്റെ വായലൊക്കെ പ്രവേശിച്ച് പോയില്ലേ നമ്മളെ. നിങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയില്ലേ, അഘാസുരന്റെ വായയിൽ പെട്ട് നിങ്ങളെല്ലാവരും ഭയപ്പെട്ടില്ലേ. എത്ര നേരാ നിങ്ങൾ അവിടെ നിന്നത് നമ്മളെ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ. വിശക്കണില്ലേ എല്ലാവർക്കും. എത്ര സമയമായിരുന്ന വിചാരം. എല്ലാവർക്കും വിശക്കണില്ലേ. ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലേ നമ്മള്. നേരം ഉച്ചയൊക്കെ കഴിഞ്ഞു, ഭക്ഷണ സമയമൊക്കെ അതിക്രമിച്ചു. നമ്മളെല്ലാവരും പട്ടിണി കിടക്കുകയല്ലേ, വലഞ്ഞു. അതാണ്ട് എന്തൊരു ക്ഷീണം എല്ലാവർക്കും. പശുക്കുട്ടികൾ അവിടെ നിന്ന് വെള്ളം കുടിക്കട്ടെ. ആ തീരത്ത് എന്തേന്ന് കണ്ടോ, നിറച്ചു പുല്ലില്ലേ. അവരവിടെ പുല്ല് തിന്നും വെള്ളം കുടിച്ചു ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഗോപന്മാരെല്ലാവരും പശുക്കുട്ടികൾക്ക് വെള്ളം കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. തഥേതി പായയിത്വാർഭാ വത്സാനാരുധ്യശാദ്വലേ മുക്താശിക്യാനി ബുഭുജു സമം ഭഗവതാമുദ. കണ്ണാ ശരി, അങ്ങനെ തന്നെ എന്ന് എല്ലാവരും പറഞ്ഞ് സമ്മതിച്ച ഗോപകുമാരന്മാര് പശുക്കുട്ടികൾക്ക് വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് ആ പശുക്കുട്ടികളൊക്കെ ഇളം പുല്ലുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് കെട്ടിയിടുന്നില്ല. അവിടെ വൃന്ദാവനത്തിൽ ഇപ്പോഴും അതെ, പശുക്കളെയൊന്നും കെട്ടുകയില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാ. അവരെ അങ്ങോട്ട് മേയാൻ വിടും. അവരത് കഴിഞ്ഞാൽ എന്തൊരു ശാന്തരാന്നറിയോ അവിടുത്തെ പശുക്കളും പശുക്കുട്ടികളും ഒക്കെ. ആരെയും കുത്തൊന്നുമില്ല. നമ്മളെ വൃന്ദാവനത്തിൽ പോയാൽ നമുക്കത് കാണാം. വലിയ വലിയ പശുക്കളാണ്. അവർക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ഭക്ഷണം കൊടുത്തിട്ട് അവരെ സ്വന്തം കുട്ടികളെ പോലെ നോക്കുക വൃന്ദാവനത്തിലുള്ളവർ ഇപ്പോഴും. അങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കും, ആരും ഉപദ്രവിക്കില്ല. അങ്ങനെ നടക്കും അവര്. അങ്ങനെ അതേപോലെ ഇളം പുല്ലുള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ട് അവിടെ മേയാൻ പാകത്തിന് അവരെ നിർത്തി. അപ്പൊ അഘാസുരന്റെ വായിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവര് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഉറികളൊക്കെ ഇങ്ങനെ മരക്കൊമ്പുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് എല്ലാവരുടെയും ഭക്ഷണം. അതൊക്കെ അഴിച്ചെടുത്ത് അടുത്ത് വെച്ചിട്ട് ഭഗവാനോട് കൂടി ഇരുന്ന് അത്യധികം സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് അവര്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.